അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര ഹദീസുകളിലും ഇതുപോലെയുള്ള ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ചരിത്രങ്ങൾ കേവലം കഥകൾ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് വായിക്കുവാനും ആസ്വദിച്ചു പോകുവാനും അതല്ലെങ്കിൽ പരസ്പരം പങ്കുവെക്കുവാനും മാത്രമുള്ള കഥകളായിട്ടല്ല അള്ളാഹു ഈ ചരിത്രങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറിച്ച് ഏത് സംഭവം എടുത്താലും വിശുദ്ധ ഖുർആൻ അങ്ങനെ വിശദീകരിക്കുന്നു. ഇപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കം മുതലുള്ള ചരിത്രം എന്ന് പറയുന്ന ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ആ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമായാലും പിന്നീട് വന്ന നബിമാരുടെ ചരിത്രമായാലുമൊക്കെ അതിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ തിരിച്ചറിയുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായിത്തീരുന്നത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത ഇത്തരം ചരിത്രങ്ങളെ കേവലം കഥകളായി മനസ്സിലാക്കുകയും ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ വാർഷികങ്ങളോടനുബന്ധിച്ച് സമ്മേളനങ്ങളോടനുബന്ധിച്ചൊക്കെ നടത്തുന്ന കഥാപ്രസംഗങ്ങളിലൊക്കെ കഥകളായി അവതരിപ്പിക്കുക എന്നതിനപ്പുറത്ത് അതിലുള്ള പാഠം ആളുകൾ ഉൾക്കൊള്ളാറില്ല. ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി പരാമർശിക്കപ്പെട്ട ഒരു ചരിത്രമാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ആ ചരിത്രം കഥാപ്രസംഗങ്ങളായി ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്നത്, കഥകളായി ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്നത് ജാറങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നേർച്ചകളിലും ചന്ദനക്കുടങ്ങളിലും അതേപോലെയുള്ള അവസ്ഥകളിലുമൊക്കെയാണ്. ഈ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? നമ്മളുടെ മനസ്സിലുള്ളത് അറിയാനും നമ്മളുടെ പ്രയാസങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനുമൊക്കെ ഈ ജാറത്തിൽ കിടക്കുന്ന മനുഷ്യന് കഴിയും എന്നാണ് ജാറത്തിൽ പോകുന്ന, നേർച്ചയ്ക്ക് പോകുന്ന ഇത്തരം ഉള്ളാളായാലും അജ്മീറായാലും നാഗൂരായാലും ഏർവാടിയായാലും അവിടെയൊക്കെ പോകുന്ന ആളുകളുടെ വിശ്വാസം. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നതോ അതിൻ്റെ തുടക്കം മുതൽ നോക്കൂ. നമ്മൾ മകനെ ഞങ്ങളോടൊപ്പം കളിക്കാൻ വിടണം, ഞങ്ങളുടെ സഹോദരനെ എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായില്ല ഇവർ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഇവർ കിണറ്റിലെറിഞ്ഞ് തിരിച്ചു വന്ന് യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായില്ല തൻ്റെ മകനെ ഇവർ കിണറ്റിലിടുകയാണ് ചെയ്തത് എന്ന്. പിന്നീട് അങ്ങോട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ അതൊന്നും നബിയായ യാക്കൂബ് നബി അലൈഹിസ്സലാം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു നബിക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല. തൻ്റെ മുന്നിലുള്ള മക്കൾ പറഞ്ഞത് കളവാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പോലും നബിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ചരിത്രത്തെ ഏറ്റവും കൂടുതൽ പറയുന്നതും കേൾക്കുന്നതും മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് പറയുന്ന ഈ മഹാന്മാരുടെ ഖബറുകളുമായി ബന്ധപ്പെട്ട നേർച്ച സ്ഥലങ്ങളിലാണ്. അപ്പം ഞാൻ പറയുന്നത്, ഖുർആൻ പറയുന്ന ചരിത്രങ്ങളെ അതിൻ്റെ തത്വത്തിൽ ഉൾക്കൊള്ളുന്നതിന് പകരം അത് കഥകളായി മാത്രം മനസ്സിലാക്കുന്ന, അതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ആ കൂട്ടത്തിലൊന്നാണ് റജബ് മാസത്തിൻ്റെ പ്രത്യേകതയായി നമ്മളുടെ നാടുകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ് ഇസ്രാഉം മിഅ്റാജും. ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ആകാശത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത സംഭവം.
വിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ തത്വം എന്ത് എന്നറിയുകയും അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മുടെ നാടുകളിൽ നടക്കുന്നത് റജബ് മാസത്തിൽ പ്രത്യേകമായ ചില ദിവസങ്ങൾ കണ്ടെത്തി അന്ന് നോമ്പെടുക്കുക, അന്ന് കൂടുതലായി നമസ്കാരം നിർവഹിക്കുക, അന്ന് ദിക്റുകൾ ചെല്ലുക, റജബ് 27-ന് പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ റജബ് മാസത്തിലാണോ ഇസ്രാവും മിഅ്റാജും നടന്നത് എന്ന വിഷയത്തിൽ പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഇസ്രാവും മിഅ്റാജും അങ്ങനെ നോമ്പെടുക്കുകയോ മുഹറം പോലെ അല്ലെങ്കിൽ യൗമ അറഫ പോലെ തിങ്കളാഴ്ച പോലെ വ്യാഴാഴ്ച പോലെ നോമ്പെടുക്കുകയോ ആഘോഷിക്കപ്പെടുകയോ ആചരിക്കപ്പെടുകയോ ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നു, സ്വഹാബികൾ അത് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരാചാരം, അങ്ങനെ ഒരനുഷ്ഠാനം റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. റജബ് മാസത്തിന് പ്രത്യേകത നൽകിക്കൊണ്ട് ചില നാടുകളിൽ നടക്കുന്ന നമസ്കാരങ്ങളെക്കുറിച്ച് ഇമാം നവവിയെ പോലെയുള്ള ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ കൃത്യമായി പറയുന്നത് കാണാം. അത് ബിദ്അത്താണ്, വൃത്തികെട്ട ബിദ്അത്താണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ബിദ്അത്താണ്. ചില പണ്ഡിതന്മാർ അത് വളരെ പുണ്യമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ വഞ്ചിതരായി പോകരുത്, അത് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് എന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇസ്രാ മിഅ്റാജ് എന്നീ സംഭവങ്ങൾക്ക് റജബ് മാസവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ളതായി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇസ്രാ ഉണ്ട്, മിഅ്റാജ് ഉണ്ട്, അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ ഇസ്രാ മിഅ്റാജിൽ നിന്ന് വിശ്വാസികൾ പഠിക്കേണ്ട പാഠം എന്ത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രായിന്റെ ആരംഭം അങ്ങനെയാണ്. ഇസ്രായിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ ഇസ്രായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം എന്താണ്? വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ഏറ്റവും പ്രധാനമായി മക്കയിൽ നിന്ന് അന്ന് മസ്ജിദുൽ അഖ്സയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മാസത്തെ വഴിദൂരമാണ്. അതിനെയാണ് ഇസ്രായി എന്ന് പറയുന്നത്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശയാത്ര നടത്തുകയാണ്. അതിനെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം ഇത് അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ബുദ്ധിക്ക് അത് യോജിച്ചു കൊള്ളണമെന്നില്ല, നമ്മളുടെ ചിന്തകൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല, നമുക്ക് അത് നമ്മളുടെ കണക്ക് കൂട്ടലുകളിൽ ഒതുങ്ങിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും, നമ്മളുടെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും, അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ ഒരു കാര്യം പറഞ്ഞാൽ സ്വീകാര്യോഗ്യമായി ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്ന ബാധ്യതയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇസ്രാവും മിഅ്റാജും വിശ്വാസികൾക്ക് നൽകുന്ന പാഠം അതാണ്. തുടക്കം മുതൽ ഈ പറഞ്ഞതുപോലെ ഒരു രാത്രിയിൽ 1 മാസം വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി എന്ന് പറയുന്ന ആ തുടക്കം മുതൽ, അതിനു മുമ്പുള്ള സംഭവം ഹദീസുകളിലുണ്ട്, ഞാനത് വ്യക്തമാക്കാം. അത് മുതൽ ഈ ഇസ്രാവും മിഅ്റാജുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളുടെ ബുദ്ധിയുമായോ നമ്മളുടെ ചിന്തയുമായോ നമ്മളുടെ കഴിവുമായോ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അവിടെ നമ്മളുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തക്ക്, നമ്മുടെ കഴിവിന്, നമ്മുടെ ആലോചനക്ക് ഒരു പ്രസക്തിയുമില്ല എന്നതാണ് ഈ 2 സംഭവങ്ങളും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഈ സംഭവം നടന്നപ്പോൾ മക്കയിലുണ്ടായ കാര്യം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഈ സംഭവം എടുത്തു ധരിക്കുന്നുണ്ട്, മറ്റു പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനുശേഷം മക്കയിലെത്തുന്നു, ആളുകളോട് ഇത് പറയുന്നു.
ഇങ്ങനെ ആളുകളോട് ഇത് പറഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ പരിഹാസ്യമായി സ്വീകരിച്ചത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളാണ്. മുശ്രിക്കുകൾ അത് അംഗീകരിച്ചില്ല. എന്താ ഈ പറയുന്നത്? ഒരു രാത്രിയിൽ ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയെന്നോ? അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ്. ഹദീസിൽ കാണാം, ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞ ഒരു ഈമാൻ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ വലയത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ടായിരുന്നു അവിടെ. അതുവരെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ടായി. പക്ഷെ അവരുടെ മനസ്സ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കണം എന്ന് ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരുന്നില്ല അവരുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്ത ചില ആളുകൾ തിരിച്ചുപോയി, ഞങ്ങളില്ല, ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഖാലു ഹല്ലക ഇലാ സാഹിബിക യസ്ം അന്നഹു ഉസ്രിയ ബിഹി ലൈല ഇലാ ബൈത്തുൽ മുഖദ്ദസ്. നിങ്ങളുടെ കൂട്ടുകാരൻ ഇതാ കഴിഞ്ഞ രാത്രിയിൽ രാപ്രയാണം നടന്നിരിക്കുന്നു, നിശായാത്ര നടത്തിയിരിക്കുന്നു. എവിടേക്ക്? മസ്ജിദുൽ അഖ്സയിലേക്ക് എന്ന് പറയുന്നു. നിങ്ങളത് അംഗീകരിക്കുന്നുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അവഖാല ദാലിക്, അങ്ങനെ പറഞ്ഞോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഖാലു നഅം, അതെ. ഖാൽ ലഇൻ കാന ഖാല ദാലിക് ലഖദ് സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു, അത് സത്യമാണ്, അദ്ദേഹം സത്യമാണ് പറഞ്ഞത്. അവ തുസദ്ദിഖുഹു അന്നഹു ദഹബ ലൈല ഇലാ ബൈത്തുൽ മുഖദ്ദസ് വജാ ഖബ്ല അൻ യുസ്ബിഹ്. രാത്രി മസ്ജിദുൽ അഖ്സയിൽ പോയി സുബഹിക്ക് മുമ്പ് തിരിച്ചെത്തി എന്ന് മുഹമ്മദ് പറയുന്നത് അബൂബക്കറെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളത് അംഗീകരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നഅം ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്. നോക്കൂ, എത്ര രസകരമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അതിനേക്കാൾ വലിയ കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ലേ? ഇതിനേക്കാൾ വലുത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. കാരണം ഉസദ്ദിഖുഹു ബി ഖബരി സമായി ഫീ ഖദ്വാ ഉറാഹ, ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പിന്നെയാണോ അള്ളാഹിന്റെ റസൂല് ഇങ്ങനെ ഒരു യാത്ര നടത്തി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം? ഇതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പേര് ലഭിച്ചത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്നതാണ് നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യം. കാരണം ഇക്കാലത്ത് പ്രത്യേകിച്ച് മതനിരാസത്തിൻ്റെ ആളുകൾ, ഇസ്ലാമിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ വളരെ സജീവമായി നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക? ഇത് നിങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ? മനുഷ്യബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയുമായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് നാം. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ, നമ്മൾ മാറിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സിദ്ദീഖുകൾ ആയിത്തീരണം. ആ സിദ്ദീഖുകളോടൊപ്പമായി തീരണം. അതിനുള്ള മാർഗം എന്താണ്? ഞാൻ ഓതിക്കേൾപ്പിച്ച സൂറത്ത് നിസായിലെ 69-ാമത്തെ ആയത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ, ഒരു മാനദണ്ഡവും ഇല്ല അവിടെ. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നതിന് ഒരു മാനദണ്ഡവുമില്ല. അത് അള്ളാഹു പറഞ്ഞതാണോ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണോ, അതനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തതായി
സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നതാണോ? ആണെങ്കിൽ അത് സ്വീകരിക്കുക. അവിടെ പിന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഞാനത് പറഞ്ഞാൽ, ഞാനത് ഈ സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയാൽ അപ്പോ ആളുകളത് പരിഹസിക്കും, ആളുകൾ ചോദ്യം ചെയ്യും, നമ്മൾ ഇക്കാലം വരെ പറഞ്ഞു വന്ന ചില കാര്യങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തുകളെ അതല്ലെങ്കിൽ ഹദീസുകളെ നമ്മൾ മാറ്റിവെച്ചാൽ അത് വലിയ അബദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലാണ്. ആരാണ് അനുഗ്രഹം ലഭിച്ചവർ? മിനൻ നബിയ്യീന, നബിമാർ, വസ്സിദ്ദീഖീന, സിദ്ദീഖുകൾ, വശുഹദാ, ശുഹദാ, വസ്സാലിഹീൻ, സാലിഹുകൾ. ഇവരുടെ കൂട്ടത്തിലാകും. അങ്ങനെ ആകണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായി ഈ ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തന്നെയാണ് യാത്ര ചെയ്തത് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. ചില ആളുകൾ അത് സ്വപ്നമാണ് എന്ന് പറയുന്നുണ്ട്, അത് ആത്മാവ് മാത്രം നടത്തിയ യാത്രയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെയും ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഉറപ്പിച്ചു പറയുന്നു അത് ശാരീരികം തന്നെയാണ്. കാരണം നോക്കൂ, ഒന്ന്, ഈ സംഭവം പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ആരംഭിക്കുന്നത് സുബ്ഹാന എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച, നിശായാത്ര ചെയ്യിച്ച റബ്ബ് പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സാധാരണയായി വിശുദ്ധ ഖുർആന്റെ പ്രയോഗമനുസരിച്ച് ഒരു ആയത്തിൻ്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന് പറയുന്നത് അതിനുശേഷം പറയുന്ന സംഭവത്തിലെ അത്ഭുതം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഒരു വലിയ സംഭവം, ഒരു വലിയ തെളിവ്, ഒരു വലിയ ദൃഷ്ടാന്തം, ഒരു വലിയ കാര്യം അതിനുശേഷം പറയുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ സാധാരണയായി തുടക്കത്തിൽ സുബ്ഹാന എന്ന് പറയാറുള്ളത്. ഇവിടെ ഒരു കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ട കാര്യം മാത്രമാണെങ്കിൽ, അള്ളാഹിൻ്റെ റസൂല് ഇങ്ങനെ മക്കയിൽ കിടന്നുറങ്ങുമ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതായി സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു, അതേപോലെ തന്നെ ആകാശത്ത് നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്നതാണെങ്കിൽ ഒരിക്കലും അവിടെ സുബ്ഹാന എന്ന് പ്രയോഗിച്ച് വലിയ ഒരു അത്ഭുത കാര്യം പറയുന്നു എന്ന് പറയേണ്ടതുണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇതൊരു സ്വപ്നമാണ് എന്നായിരുന്നു മക്കയിലെ ബഹുദൈവ വിശ്വാസികളെങ്കിലും മനസ്സിലാക്കിയതെങ്കിൽ അവർക്കാർക്കെങ്കിലും എതിർപ്പുണ്ടാകുമായിരുന്നോ? അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുമായിരുന്നോ? ആരെങ്കിലും അതിൽ സംശയം പ്രകടിപ്പിക്കുമായിരുന്നോ? ഇല്ല. കാരണം സ്വപ്നമാണെങ്കിൽ ആർക്കും അത് സ്വപ്നം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിഷേധിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ സ്വഹാബത്തിനെയോ പരിഹസിക്കേണ്ടതില്ല. അപ്പൊ ഇതും ഒരു സ്വപ്നമാണ് എന്ന് സ്വഹാബികളും മനസ്സിലാക്കിയിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, ബിഅബ്ദിഹി, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അടിമയെയും കൊണ്ട് എന്നാണ്, അല്ലാതെ അടിമയുടെ ആത്മാവിനെയും കൊണ്ട് എന്നല്ല. ആത്മാവ് മാത്രമായിരുന്നെങ്കിൽ, സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ ബിഅബ്ദിഹി എന്ന് ഖുർആൻ പ്രയോഗിക്കുമായിരുന്നില്ല. നാലാമത്തെ കാര്യം, ഈ യാത്രക്ക് വേണ്ടിയുള്ള വാഹനത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ കഴിയും. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടത്. കഴുത കുതിരയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ ഒരു വാഹനപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ആത്മാവായിരുന്നെങ്കിൽ, സ്വപ്നമായിരുന്നെങ്കിൽ അവിടെ ബുറാഖിന് പ്രത്യേകമായി പ്രസക്തിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഈ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ യാത്ര ശാരീരികമാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, ഈ റജബ് മാസത്തിന് ഇസ്രാവുമായോ മിഅ്റാജുമായോ പ്രത്യേകമായി ബന്ധമില്ല. രണ്ട്, അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു ആചാരമോ അനുഷ്ഠാനമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായ കാര്യം, ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളുടെ ബുദ്ധിക്കോ ചിന്തക്കോ യോജിക്കുന്നില്ലെങ്കിൽ പോലും കൃത്യമായി നമ്മൾ അത് സ്വീകരിക്കേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട് എന്നതാണ്. നാലാമത്തേത്, ഈ യാത്ര ശാരീരികമായിരുന്നു, ആത്മാവ് മാത്രം
മാത്രമായിരുന്നില്ല, സ്വപ്നം മാത്രമായിരുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി സ്വീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്ന ഒരു കാര്യം ലിനുരിയഹു മിൻ ആയാതിന എന്ന, നമ്മളുടെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന്. അതേപോലെ സൂറത്തുൻ നജ്മിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അള്ളാഹുവിൻ്റെ വലിയ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നും നമുക്ക് കാണാൻ കഴിയും. ഈ രണ്ട് സംഭവങ്ങളിലും ഒട്ടേറെ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, വിശ്വാസികളുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് ഒതുക്കി നിർത്തുന്ന എമ്പാടും തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നാണ് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ വരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം, ഹൃദയം, നെഞ്ച് പിളർന്ന് ഹൃദയം ശുദ്ധീകരിക്കുകയും അതിൽ ഈമാനും ഹിക്മത്തുമൊക്കെ നിറക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ബുറാഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്ര നടക്കുന്നത്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ആകാശങ്ങളിൽ വെച്ച് മരണപ്പെട്ടുപോയ പ്രവാചകന്മാരെ കാണുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ കാണുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി വലിയ ജനക്കൂട്ടമുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുകയും ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയുകയും ചെയ്യുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. വലതുഭാഗത്തുള്ളത് സ്വർഗാവകാശികളാണ്, ഇടതുഭാഗത്തുള്ളത് നരകാവകാശികളാണ്. സ്വർഗാവകാശികളെ കാണുമ്പോഴാണ് അദ്ദേഹം ചിരിക്കുന്നത്, നരകാവകാശികളെ കാണുമ്പോഴാണ് അദ്ദേഹം കരയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് ഇബ്രാഹിം നബിയെ കാണുന്നുണ്ട്, മൂസാ നബിയെ കാണുന്നുണ്ട്, ഈസാ നബി, യൂസുഫ് നബി, ഇദ്രീസ് നബി, അങ്ങനെയുള്ള നബിമാരെയൊക്കെ കാണുന്ന ചരിത്രം ഹദീസുകളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് കാണാം. അതേപോലെ ബൈത്തുൽ മഅമൂർ, അൽ ബൈത്തുൽ മഅമൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കാണുകയാണ്. അതിൻ്റെ പ്രത്യേകത ഹദീസുകളിലുണ്ട്. 70,000 മലക്കുകൾ ഒരു ദിവസം അവിടെ തവാഫ് ചെയ്യുന്നു എന്നാണ്. ആ മലക്കുകൾ, ഒരിക്കൽ തവാഫ് ചെയ്ത മലക്കുകൾ പിന്നീട് ഒരിക്കലും അവിടേക്ക് തിരിച്ചു വരുന്നില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് അവർ തവാഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അൽ ബൈത്തുൽ മഅമൂർ, സിദ്റത്തുൽ മുന്തഹ, ഇതൊക്കെ കണ്ടു എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഈ യാത്രയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വാസികൾക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. ആ നമസ്കാരം നിർബന്ധമാക്കുന്നതിൽ മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എത്ര നേരമാണ്? 50 നേരമാണ്. നിന്റെ സമൂഹത്തിന് ഇത് കഴിയില്ല, അതുകൊണ്ട് അള്ളാഹുവിനോട് അത് ചുരുക്കിത്തരാൻ പറയുക എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അത് 5 പ്രാവശ്യമായി തീരുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് നമ്മളുടെ ഈമാൻ പരീക്ഷിക്കുവാൻ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇത് പറഞ്ഞപ്പോൾ തിരിച്ചുപോയ, പിരിഞ്ഞുപോയ കുറേ ആളുകളുണ്ട്, മടങ്ങിപ്പോയ ആളുകളുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹ് പറയുന്നത് എന്ത്, അള്ളാഹിൻ്റെ റസൂല് പറയുന്നത് എന്ത്, അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള മനസ്സാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്കുണ്ടാകേണ്ടത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളാണ് മതത്തിൻ്റെ ആളുകൾ, ദീനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പോലും രംഗത്ത് വരുന്നവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ ഇസ്ലാമിനെതിരാണ് എന്നല്ല അവർ പറയുന്നത്,
ഞങ്ങൾ ഖുർആൻ എതിരാണ് എന്നല്ല പറയുന്നത്, ഞങ്ങൾ ഹദീസിന് എതിരാണ് എന്നല്ല പറയുന്നത്, മറിച്ച് ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിൻ്റെ ആളുകളാണ്. എന്നാലും എങ്ങനെയാണ് ഈ സംഭവം എങ്ങനെ നമ്മൾ വിശ്വസിക്കും? അല്ലെങ്കിൽ ഈ ആയത്ത് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? സ്വഹീഹായി വന്നിട്ടുണ്ട്, സ്വഹീഹാണ് എന്ന് പൂർവികരായ പണ്ഡിതന്മാരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, അവരത് പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരമൊക്കെ സ്വീകാര്യവുമാണ്. എന്നാലും നമ്മൾ എങ്ങനെ അത് അംഗീകരിക്കും എന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകളെയാണ് നമ്മൾ ഏറ്റവും ഗൗരവത്തോടുകൂടി കരുതിയിരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് പിൻപറ്റുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീന് പഠിക്കുക എന്നത് പ്രധാനമാണ്. സംശയമില്ലാതിരിക്കണമെങ്കിൽ അത് പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ, വലിയ വലിയ ഓപ്പറേഷനുകൾക്ക്, സർജറികൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായ ആളുകൾ പലരും പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ അനുഭവിക്കുന്ന, നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്തുണ്ടോ ആ പ്രയാസങ്ങൾക്കൊക്കെ പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്ക് സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ.